നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഇന്ന് ഞാൻ വിഷു സ്പെഷ്യൽ ഒരു കുറുക്ക് കാളനാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 1/4 കിലോ ചേനയും 100 ഗ്രാം പച്ചക്കായ എന്ന് വെച്ചാൽ ഏത്തക്കായും കൂടെ വൃത്തിയാക്കി ഈ ഒരു വലിപ്പത്തിലാണ് അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് തട്ടിയിടാം. അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ബൗളിലിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ തെളി വേണം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാൻ, കുരുമുളകിൻ്റെ തെളി വെള്ളം. ആ കറുപ്പെല്ലാം കൂടി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അരയ്ക്കുന്നവർക്കാണെങ്കിൽ കുരുമുളകിട്ട് അരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഈ വെള്ളം എടുത്ത് തെളിച്ച് ഈ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ അടിയിലത്തെ ഇത് കണ്ടോ, കുരുമുളകിൻ്റെ തരി അതങ്ങ് മാറ്റി. എന്നിട്ട് നമ്മൾ ഉപ്പൊന്നും ചേർക്കാതെ അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് അരപ്പിനായിട്ട് നമ്മൾ 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ നിറച്ച് ജീരകവും 2 പച്ചമുളകും കൂടി ഇത്തിരി വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേകട്ടെ. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് നോക്കാം. അരപ്പ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ അരപ്പും കഷ്ണവും കൂടി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വളരെ കുറച്ച് മതി. അരപ്പും കഷ്ണവും കൂടി വേകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തൈര് ഒഴിക്കുന്ന സമയത്ത് ഈ കറി കുറച്ചും കൂടി നീണ്ടുവരും. തൈരിൽ ചൂട് തട്ടുമ്പോൾ കറി നീണ്ടുവരും. അതുകൊണ്ടാണ് ഈ അരപ്പും കഷ്ണവും കൂടി വേവിച്ച് വറ്റിച്ചെടുക്കുന്നത്. ഇത് കുറേ ദിവസം നമുക്ക് കേടുകൂടാതെ എടുക്കാം. നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ 5 ദിവസത്തോളമൊക്കെ ഈ കുറുക്ക് കാളൻ കേടില്ലാതെ ഇരിക്കും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് നിറച്ച് തൈര്, നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അത് മൊത്തം ഒഴിച്ചിട്ട് ഒന്നും കൂടി അത് നന്നായിട്ട് ഇളക്കാം. അത് നമ്മൾ ഇളക്കുമ്പോഴേക്ക് ഈ തൈര് ചൂട് പിടിക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കാവുള്ളൂ. അതങ്ങനെ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ അത് ചൂടായി കറി റെഡിയായി വന്നോളൂ. അതപ്പോൾ ആ തൈരും തേങ്ങയെല്ലാം കൂടി വെന്ത് കറിയൊന്ന് കുറുകി വന്നു. അതാണ് കുറുക്ക് കാളൻ എന്നിതിനെ പറയുന്നത്. കുറുകിയിരിക്കണം. അതിന് ഒരു പിഞ്ച് ഉലുവപ്പൊടി അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അതിന് ആ തൈരൊഴിച്ചപ്പോൾ കണ്ടോ, അത് ഇത്തിരി ഇളകി ലൂസായിട്ട് വന്നേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ നിറച്ച് കടുകും ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പിലയും ഉലുവയും ഇട്ട് കൊടുക്കണം. അതും കൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്കത് ഈ കറിയിലേക്കെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതങ്ങനെ നമ്മൾ ഒഴിച്ചു ഒന്ന് ഇളക്കി നല്ല വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ വിഷുവിന്. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. ഓക്കെ.